നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വളരെ ദുഃഖം ഉളവാക്കുന്ന ഒരു വാർത്തയാണ് കുവൈത്തിൽ നിന്ന് പുറത്തു വരുന്നത്. കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അഹമ്മദ് അൽ ജാബിർ അസ് സബാഹ് അന്തരിച്ചു. ഒരു മാസമായി ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ജാബിർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹം. കുവൈത്തിന്റെ 16ാം അമീറായിരുന്നു ഷെയ്ഖ് നവാഫ് അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ്. കുവൈറ്റ് രാജകുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് ഷെയ്ഖ് നവാഫ്. 1937 ജൂൺ 25 കുവൈത്തിലെ 10ാമത്തെ ഭരണാധികാരിയായ ഷെയ്ഖ് അഹമ്മദ് അൽ ജാബർ അൽ സബയുടെ മകനായി ജനിച്ച ഷെയ്ഖ് നവാഫ് കുവൈത്തിൽ നിന്നാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 2020 സെപ്റ്റംബറിൽ ഷെയ്ഖ് സബ അഹമ്മദ് അൽ ജാബർ അൽ സബ അന്തരിച്ചതിന് പിന്നാലെ കിരീടാവകാശിയായ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് കുവൈത്ത് അമീറായി ചുമതലയേൽക്കുകയായിരുന്നു. 1962 25ാം വയസ്സിൽ ഹവല്ലി ഗവർണറായാണ് ഷെയ്ഖ് നവാഫ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 16 വർഷം ഗവർണറായി തുടർന്ന അദ്ദേഹം 1978 മാർച്ചിൽ ആഭ്യന്തരമന്ത്രിയായും തുടർന്ന് പ്രതിരോധ മന്ത്രിയായും പ്രവർത്തിച്ചു. 1994 ഒക്ടോബറിൽ കുവൈറ്റ് നാഷണൽ ഗാർഡിന്റെ ഡെപ്യൂട്ടി ചീഫായി ചുമതലയേറ്റ ഷെയ്ഖ് നവാഫ് 2003 വരെ ആ പദവി വഹിച്ചു. തുടർന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി 3 വർഷം നിയമിതനായ ഷെയ്ഖ് നവാഫ് 2006 ഫെബ്രുവരിയിൽ കിരീടാവകാശിയായി ചുമതലയേറ്റു. 2020 അമീറായി അവരോധിക്കപ്പെട്ടതോടെ ജനങ്ങളുടെ പ്രിയങ്കരനായ സാരഥിയായി അദ്ദേഹം മാറുകയായിരുന്നു. എന്തായാലും വലിയൊരു ദുഃഖം ഉളവാക്കുന്ന വാർത്തയാണ് കുവൈത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഔദ്യോഗിക ദുഃഖാചരണം സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഇനി കുവൈത്തിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.